എൻ്റെ നാലാമത്തെ റിക്വസ്റ്റായിരുന്നു തൈറോയിഡ്, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ, അതായത് 20 വയസ്സ് മുതൽ തന്നെ പെൺകുട്ടികളിൽ കാണുന്ന ഒരു രോഗമാണ് തൈറോയിഡ്. അതൊരു 70% അത് വരുന്നത് പാരൻസിൽ നിന്നാണ്. അതായത് ഹെറിഡിറ്റി ഇഷ്യൂസിൽ കൂടെ കടന്നു വരുന്ന ഒരു അസുഖമാണ് ഇത്. അത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്കത് റിയലൈസ് ചെയ്യാൻ സാധിക്കും. ഇവരെ മെൻസസ് പീരീഡിൻ്റെ വേരിയേഷൻസ് ചില മാസങ്ങളിൽ ഉണ്ടാവില്ല, 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്യാം. പക്ഷേ ഇതൊരു ഔദ്യോഗികമായിട്ട് തീർത്താൽ ഒരു പക്ഷേ ഈ കേരളത്തിലുള്ള മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഈ അവസ്ഥ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഒരു ടെസ്റ്റ് എല്ലാ വിദ്യാർത്ഥികളും നടത്തിയാൽ അത് അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും അത് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ തൈറോയിഡിൻ്റെ പ്രശ്നത്തിൽ ആ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസി പീരീഡിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസുള്ള ഒരു സ്ത്രീ ഒരു പക്ഷേ ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ആ കുട്ടി മിസ്കാരേജ് ആയിട്ട് പോകും. അതല്ല, ഇനി ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അംഗവൈകല്യങ്ങൾ സംഭവിക്കാം. അതല്ലെങ്കിൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ഈ തൈറോയ്ഡ് പ്രശ്നം വരാം. അതല്ലെങ്കിൽ ആ കുട്ടി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരാം. ഇന്ന് കേരളത്തിൽ പുതിയ ജനറേഷനിൽ ഒരുപാട് മാനസിക പ്രശ്നമുള്ള അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ തൈറോയിഡാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, 18 വയസ്സ് കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുട്ടിയുടെ തൈറോയ്ഡ് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ ആ കുട്ടിയെ കോളേജിൽ പ്രവേശിപ്പിക്കാവൂ. അത് കോളേജിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ആ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും വേണ്ടിയാണ്. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്.